ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നതെല്ലാം കണ്ട് മൂകസാക്ഷിയായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ. ആദ്യമേ വസുമതിയെ നിലക്ക് നിർത്തണായിരുന്നു. അവിടെയാ നിനക്ക് പിഴച്ചത്. അതൊന്നും ചെയ്യാതെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? വാ തുറന്ന് പറയടി, ഊമയെ പോലെ നിക്കാതെ. ഡ്രസ്സെല്ലാം തേച്ച് വെച്ചിട്ടാ അപ്പച്ചി ഞാൻ പോയത്. കണ്ടോ അമ്മേ, ജോലി ചെയ്യാത്തതും പോരാഞ്ഞിട്ട് ഇവള് നമ്മളെ കള്ളിയാക്കുന്നത് കണ്ടില്ലേ? നാത്തൂന് ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഇവളുടെ തോന്നിവാസം? അതോ ഞാനും എന്റെ മോളും പറയുന്നതിൽ ഒരു വിലയും തരണ്ടെന്നാണോ? എന്താടി നാത്തും പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? ഈ വീട്ടിലെ ജോലിയേക്കാൾ എന്ത് മല മറിക്കുന്ന പണിയാ നിനക്കുള്ളത്? എന്തിനാ എല്ലാവരും കൂടെ ദുർഗേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇങ്ങനെ എല്ലാവരും കൂടെ ആക്രമിക്കാൻ മാത്രം എന്താ അവിടെ നടന്നത്? അഭി, നീ നിന്റെ കാര്യം നോക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്ന് കരുതി ഈ പാവത്തിന് എല്ലാവരും കൂടെ ഉപദ്രവിക്കുന്നത് കേട്ട് മിണ്ടാ നിൽക്കണോ ഞാൻ? എന്താ ചേച്ചി, എന്താ കാര്യം? എടാ ഞാൻ ആഹാ, അത് കൊള്ളാലോ. നിന്റെ അമ്മയും ഞാനും പറയുന്നതിനേക്കാളും വില നിനക്ക് എവളുടെ വാക്കിനുണ്ടോ? ഗിരിജേ, നല്ലൊരു ദിവസമായിട്ട് എന്തൊരു ബഹള ഇവിടെ. എല്ലാത്തിനും കാരണം ഇവളാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ മോളെ, നീ കാര്യം പറ. ഇങ്ങോട്ട് മാറടാ. നിർത്തടി. നിന്റെ നുണക്കഥ ഈ വീട്ടിൽ ആരും വിശ്വസിക്കില്ല. വസുമതി, ഇവൾക്ക് പറയാനുള്ളത് ഇവള് പറയട്ടെ. അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കെ. എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടാ അമ്മേ ഞാൻ പോയത്. വസുമതി, വസുമതി, ആരാടി നിന്റെ അമ്മ? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദുർഗ നിന്നെ അമ്മേന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റാണ്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദ്രോഹം ചെയ്ത ഒരുത്തിയുടെ മകള് എന്നെ അമ്മയെന്ന് വിളിച്ചാ എനിക്കത് സഹിക്കില്ല. നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ വസുമതി. നാത്തൂൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്റെ സിന്ദൂരം മാച്ച് എന്നെ വിധവിയാക്കിയത് ഇവളുടെ അമ്മ ഒറ്റ ഒരുത്തിയാ. എന്റെ കണ്ണീരിന്റെ ഫലം കൊണ്ട് തന്നെയാ അവള് പെട്ടെന്ന് അങ്ങ് പോയത്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ വസുമതി. ജയശ്രീയെ കുറിച്ച് അനാവശ്യം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? ഓഹോ, എന്റെ യോഗ്യത അറിയാതെയാണോ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേ? എന്താ നിങ്ങളുടെ വായി നാക്കില്ലേ? അതോ നിങ്ങളുടെ മനസ്സിൽ ഇത് തന്നെയാണോ ഉള്ളത്? ഞാനൊന്നും പറയുന്നില്ല. ഒന്നും സംസാരിക്കാനുള്ള അവകാശം എനിക്കിവിടെ ഇല്ലല്ലോ. എല്ലാം എന്റെ വിധി. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവളാ നീ. ആ നിനക്ക് ദുർഗമോളുടെ അമ്മയാകാനുള്ള ഒരു യോഗ്യതയുമില്ല. അമ്മ ഇതുവരെ എവിടെയായിരുന്നു? എത്ര നേരമായി മോളെ കാത്തിരിക്കുന്നു. അമ്മയുടെ മോള് പിണങ്ങിയോ? മോക്ക് സങ്കടമായി. സങ്കടപ്പെടണ്ട കേട്ടോ. അമ്മയുടെ മനസ്സ് എപ്പോഴും എന്റെ പൊന്നുമോളുടെ കൂടെ തന്നെയാ. പക്ഷേ അമ്മ ഒരു പോലീസ് ആയതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കിയാ പോരാ. മോള് പോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളില്ലേ നമ്മുടെ നാട്ടില്. അവരെയെല്ലാം സുരക്ഷിതരാക്കി വെക്കേണ്ടത് അമ്മയുടെ കടമയാ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാനുണ്ട്. അതിനൊക്കെ അമ്മയെ സഹായിക്കേണ്ടതേ എന്റെ ദുർഗക്കുട്ടിയാ. ഇനി അമ്മയില്ലെങ്കിലും മോള് വിഷമിക്കോ? ഇല്ല, എന്റെ അമ്മ പോലീസല്ലേ.
കള്ളന്മാരെ പിടിക്കാനുള്ള ആള്. മോള് ഇനി വിഷമിക്കില്ല. മിടുക്കി കുട്ടി. എന്തിനാ അമ്മ എന്നെ തനിച്ചാക്കി പോയത്? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില് അമ്മ പഴി കേട്ടതുപോലെ ഞാനും ഉപ്പ ചെയ്യാത്ത തെറ്റിന്റെ പേരില് കുറ്റക്കാരിയാവുക. അതൊക്കെ ഞാൻ സഹിക്കാം. പക്ഷെ അമ്മയെ മോശക്കാരിയാക്കുന്നത് കണ്ടും കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റെ അമ്മ നല്ലതാ, ഏറ്റവും നല്ലത്. എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നതെല്ലാം കണ്ട് മൂകസാക്ഷിയായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ. ആദ്യമേ വസുമതിയെ നിലക്ക് നിർത്തണമായിരുന്നു. അവിടെയാ നിനക്ക് പിഴച്ചത്. എന്റെ ദുർഗയ്ക്ക് വേണ്ടിയാണ് രണ്ടാമതൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായത്. ഒരമ്മയുടെ സ്നേഹവും കരുതലും എന്റെ മോൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് അവളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയല്ലോ. നിന്റെ നിസ്സഹായാവസ്ഥ അറിയാനും നിന്നെ മനസ്സിലാക്കാനും കഴിവുള്ള ആള് തന്നെയാ നിന്റെ മകൾ. ഈശ്വരൻ നമുക്ക് തന്ന പുണ്യം. അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കും മോനെ. മോളെ, നീ എന്തിനാ മോളെ വിഷമിക്കുന്നേ? കരയാനും തോറ്റുകൊടുക്കാനും നിന്നാലേ അതിന് മാത്രമേ സമയം കാണൂ. എനിക്ക് സങ്കടമൊന്നുമില്ല മുത്തശ്ശി. എന്നെ തല്ലിയത് എന്റെ അമ്മ തന്നെയാ. അങ്ങനെയല്ലേ ഞാൻ കരുതുന്നേ. ഇതാ നിന്റെ കുഴപ്പം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല മോളെ. എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്ന എന്തിനാ? മോൾക്ക് അന്തസ്സുള്ളൊരു ജോലി, മാന്യമായ ശമ്പളവും ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് മാറി ഒരു ഹോസ്റ്റലിൽ വേണമെങ്കിലും താമസിക്കാലോ. ഇല്ല മുത്തശ്ശി, ഇതാ എന്റെ വീട്. ഇവിടെ ഉള്ളവരെല്ലാം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ഈ ഒരു ചിന്ത നിനക്ക് മാത്രം പോരല്ലോ, മറ്റുള്ളവർക്കും അത് വേണ്ടേ? എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ നീ രജനീകാന്തോ സുരേഷ് ഗോപിയൊന്നും അല്ലല്ലോ, ആണോ? എന്നെ ആരെങ്ങനെ കാണുന്നു എന്നത് ഞാൻ ചിന്തിക്കേണ്ടതില്ല. എന്റെ കടമ ഞാൻ ചെയ്യണം. എന്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നതും അതാ. നിന്റെ അമ്മയെ പോലെ ആയിരുന്നെങ്കിലേ എത്ര നന്നായിരുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി കരഞ്ഞു നിൽക്കുന്ന ആളായിരുന്നില്ല നിന്റെ അമ്മ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാം ശരിയാകും. സ്നേഹം കൊണ്ട് എല്ലാരെയും മാറ്റിയെടുക്കാമെന്ന വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അവരൊക്കെ എന്നോടിങ്ങനെ പെരുമാറുന്നതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഭാഗത്തും ന്യായമുണ്ട്. എല്ലാം ശരിയാകുന്നൊരു ദിവസം വരും. അതെനിക്ക് ഉറപ്പാ മുത്തശ്ശി. മോളെ, മോൾക്ക് അമ്മയുടെ പിണക്കാണോ? ഇനി വന്നേ. പിണങ്ങല്ലേടാ, അമ്മയ്ക്ക് മോള് മാത്രല്ലേ ഉള്ളൂ. ദേ നോക്കി, മോള് പിണങ്ങിയാലേ അമ്മയ്ക്ക് വിഷമാവും. എനിക്കറിയാം, അച്ഛന്റെ അടുത്തോട്ട് പോവാൻ പറ്റാത്തതല്ലേ മോളുടെ സങ്കടം. പക്ഷെ എന്റെ മോള് ഒന്നോർത്ത് നോക്കിക്കേ, ആ തിരക്കിൽ മോൾ ഒറ്റയ്ക്ക് പോയപ്പോ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിലേ അമ്മ എന്ത് ചെയ്തേനെ?
എന്റെ മോക്ക് അമ്മയും അച്ഛനും എല്ലാം ഞാനാ അല്ലേ? എനിക്കറിയാം എന്റെ മോള് അമ്മയെ വിഷമിപ്പിക്കില്ല. ആഹാ, അമ്മയും മോളും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ? നമുക്ക് വീട്ടിൽ പോണ്ടേ? നമുക്ക് പോവാം. വാ. സൗദാമിനിയമ്മയും കുടുംബം എത്തിയല്ലോ. ആരാ അത്? പണ്ട് ഈ ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു, പിന്നെ അത് ദേശക്കാർക്ക് നൽകിയത്. എങ്കിലും ഇവിടുത്തെ പല ചടങ്ങുകൾക്കും അവരുടെ കുടുംബക്കാരെ തന്നെ ഉണ്ടാവണം. വാ വാ, നമുക്ക് പോവാം.